ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ കോട്ടയിൽ ഉത്സവം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കോട്ടയിൽ ഉത്സവം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉത്സവത്തെക്കുറിച്ച് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. അപ്പോൾ ഉത്സവം എന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. വർഷത്തിലാണ് കോട്ടക്കടവ് പാലത്തിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മുടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കാണാനും പറ്റില്ല. അപ്പം ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇവിടെ നിന്ന് കണ്ടു. അപ്പം വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പാലത്തിൻ്റെ അവിടെ നിറച്ചു ആൾക്കാരുണ്ടായിരുന്നു. റോഡ് മൊത്തം ബ്ലോക്കൊക്കെ ആയി. അങ്ങനെ ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വെടിക്കെട്ട് കണ്ടു. ഇതങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അമ്പലത്തിലേക്കുള്ള വഴികളെല്ലാം ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏതൊക്കെയോ റോഡ് വഴിയിലൊക്കെ പോയിട്ട് മലയൊക്കെ കയറി അവസാനം അമ്പലത്തിൻ്റെ മുകളിലെത്തി. വിവാഹ പർച്ചേസുകൾക്ക് 2% മുതൽ പണിക്കൂലി. സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുന്നു. ആ കറക്റ്റ് ടൈമിൽ ഇറങ്ങുമ്പോൾ ടീമാണ്. കൃഷ്ണൻ പാണ്ഡികശാല, ദ്വാരക, വള്ളിക്കുന്നിനോ. അമ്മയ്ക്ക് പ്രണാമങ്ങളോടെ ജ്യോതിലക്ഷ്മി, ജ്യോതിസ് പഴുത്തിക്കാട്. പാരമ്പര്യ വിധി പ്രകാരം വാട്ടർ പ്രൂഫിംഗ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നു. ഷാർട്ട് ഫൈബേഴ്സ് ഫറൂഖ്. അങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കടലുണ്ടിക്കടവ് പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ്. നല്ലൊരു വൈബുള്ള, കാണാൻ നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ചെന്നിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവിടെ ആകെ മന്തി ഉണ്ടായിരുന്നുള്ളൂ. മന്തി ഓർഡർ ചെയ്തു. ഇച്ചും ഇങ്ങോട്ട് നോക്ക്. ഇച്ചു നോക്കടാ.